ശബരിമല മേൽശാന്തി കണ്ഠരര് രാജീവരെ ഇന്ന് SIT അറസ്റ്റ് ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. കാരണം കുറെ നാളുകളായി പലർക്കും സംശയമുണ്ട്, കണ്ഠരര് രാജീവിൻ്റെ സമ്മതമില്ലാതെ അവിടുത്തെ ക്ഷേത്രത്തിലെ ദേവന്റെ ദേഹത്ത് പൊതിഞ്ഞിരിക്കുന്ന, ദാരശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന, കട്ടിലപ്പടി പൊതിഞ്ഞിരിക്കുന്ന, വാതിലിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണങ്ങൾ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? അനുമതി എന്തായാലും കൊടുക്കും. കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവർ നിയോഗിക്കുന്ന CPM പാർട്ടിയുമാണ്. അതുകൊണ്ട് അനുമതി അവർ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അനുമതി കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ കണ്ഠരര് രാജീവ് അത് തടയണമായിരുന്നു. അത് തടയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ബലം പ്രയോഗിച്ച് അവർ കൊണ്ടുപോകട്ടെ. എങ്കിലും ദേവസ്വം ബോർഡിന്റെ അധികാര പരിധിയിലുള്ള സംഭവമായതുകൊണ്ട് അവര് അതിന് അനുമതി ചോദിച്ചാൽ അനുമതി കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും കണ്ഠരര് രാജീവിനെ നമ്മളെല്ലാവരും ഈശ്വരതുല്യം അല്ല ദൈവതുല്യമൊക്കെയാണ് പലരും കരുതുന്നത്. അവിടെ അറസ്റ്റിൽ ഉൾപ്പെടുത്തിയ പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യരായ ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. ആളുടെ പേരും പറഞ്ഞില്ല. അതാരാണ് എന്ന കാര്യത്തിൽ പാർട്ടിയുടെ മേൽഘടകത്തിലുള്ളവരാരെങ്കിലും ആണോ, അല്ലെങ്കിൽ കണ്ഠരര് രാജീവരാണോ, ശബരിമലയിലെ തന്ത്രിമാരാണോ, ആരെങ്കിലും ഒക്കെയാണ് ഈ ദൈവതുല്യർ എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ അറസ്റ്റ് 3-4 മണിക്കൂർ ഇന്ന് രാവിലെ ചോദ്യം ചെയ്തു. നേരത്തെ മുതലേ അദ്ദേഹത്തിനെ SIT പോയി കണ്ടിരുന്നു, ചോദ്യം ചെയ്തിരുന്നു എന്നറിയുന്നു. എങ്കിലും ഇന്ന് രാവിലെ അദ്ദേഹം ഹാജരായി 3-4 മണിക്കൂർ ചോദ്യം ചെയ്തു. അതിനുശേഷം അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ അനുമതി കൊടുത്തത് എന്തിന്? അത് ദേവസ്വം ബോർഡ് ഭരിക്കുന്നിടത്ത് അനുമതി കൊടുക്കാതിരിക്കാം, പറ്റാത്തതുകൊണ്ട് കൊടുത്തു എന്ന് അദ്ദേഹം വാദഗതി ഉന്നയിച്ചേക്കാം. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഇതിനകത്തുനിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യമാണ്. അതിനെന്തെങ്കിലും എവിഡൻസ് SITയുടെ കൈവശം കിട്ടിയോ? കാരണം പരമപ്രധാനമായ ഒരു വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ശബരിമലയിലെ സ്വർണ്ണ വേട്ടയ്ക്ക് പിന്നിൽ അദ്ദേഹമുണ്ട് എന്ന് തന്നെയാണ് SITയുടെ നിഗമനം എന്ന് തോന്നുന്നു. പക്ഷേ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണങ്ങൾ കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ്. അത് പലർക്കും അതിൻ്റെ പണം ലഭിച്ചിട്ടുണ്ട്. ആ പണത്തിൻ്റെ ഒരു വീതം കണ്ഠരർക്കും താഴമൺ പോറ്റിക്കും ലഭിച്ചോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. സാമ്പത്തികമായ അദ്ദേഹത്തിന് വലിയ ഉയർച്ച ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്തതിനോടൊപ്പം അദ്ദേഹം കൺസെന്റ് കൊടുത്തു എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ മഗസറിലൊന്നും അദ്ദേഹം ഒപ്പിട്ടതായിട്ട് കാണുന്നില്ല. ഇന്ന് രാവിലെ എന്തായാലും അദ്ദേഹത്തിന് കസ്റ്റഡി എടുത്തു. കാരണം ആ തട്ടിപ്പിന് കൂട്ടുവയ്ക്കാൻ ഒരു കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളി തന്നെ, അദ്ദേഹം പ്രതിയാവും. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വിറ്റ പണം പല അക്കൗണ്ടിൽ കൂടെ ആണ് അത് വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം അക്കൗണ്ടിൽ കൂടെയാണ് ആ പണം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചെടുക്കാനായിട്ട് തീർച്ചയായിട്ടും കുറച്ച് സമയം SITക്ക് വേണ്ടി വരും, മാസക്കണക്കിന് വേണ്ടി വരും. ധാരാളം അക്കൗണ്ടുകൾ ഉണ്ട്. ആ അക്കൗണ്ടിൽ വരുന്ന പണം എങ്ങോട്ട് പോയി, അതേത് അക്കൗണ്ട്, ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ധാരാളം ജോലികൾ ആ കാര്യത്തിലുണ്ട്. എന്തായാലും സുപ്രധാനമായ ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതൊരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിനെ ദൈവതുല്യമായിട്ടാണ് പല അവിടുത്തെ ശബരിമലയിലെ ഭക്തരും കാണുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ അറസ്റ്റ് കൊണ്ട് അദ്ദേഹം സമ്മതം കൊടുത്താലും
സാമ്പത്തിക മേന്മ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് SIT കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആ അറസ്റ്റ് പാഴ്വേലയായി പോകും. കാരണം അദ്ദേഹത്തിന് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു സമ്മതമാണോ കൊടുത്തത്, അതോ ദേവസ്വം ബോർഡിൻ്റെ സമ്മർദ്ദത്തിന് അദ്ദേഹം വഴങ്ങിയതാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഇദ്ദേഹത്തിലേക്ക് അറസ്റ്റ് നീങ്ങും എന്ന് ആരും കരുതിയിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇത് തടസ്സം നിൽക്കണമായിരുന്നു. ഈ ദാരുപാല ശില്പങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് അദ്ദേഹം തടസ്സം നിൽക്കണമായിരുന്നു. അത് ദേവസ്വം ബോർഡ് ബെഞ്ചിൽ തന്നെ അദ്ദേഹത്തിന് അറിയിക്കാമായിരുന്നു. അതിനൊക്കെ അദ്ദേഹത്തിന് ചുമതലയുണ്ട്, അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് അതൊക്കെ ചെയ്തില്ല? അതുകൊണ്ടാണ് ഇപ്പം കുറ്റക്കാരുടെ ആ ഗണത്തിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും അദ്ദേഹം തീർച്ചയായിട്ടും റിമാൻഡിൽ കിടക്കും. അതിൽ നിന്ന് മോചനം കിട്ടി വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം തട്ടിപ്പ് തന്നെയായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഇനി വളരെയധികം അന്വേഷണം മുന്നോട്ട് പോകാനുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് പ്രാരംഭ ദശയിൽ ചെയ്തില്ല. അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ശേഷം, പൂർണ്ണ ബോധ്യപ്പെട്ട ശേഷം ആയിരിക്കണം SIT അറസ്റ്റ് നടത്തിയത്.